ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ മത്സരത്തിനായി എല്ലാ സന്നാഹങ്ങളും തയ്യാറായി. ഇന്ത്യ പാക് മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും. പാകിസ്ഥാനെതിരെ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ആരാധകരും. സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങും എന്ന പ്രതീക്ഷയിൽ മലയാളികളും. പാകിസ്ഥാനെതിരായുള്ള മത്സരത്തിൽ കൂറ്റൻ സിക്സുകൾ പായിച്ചും ബോളുകൾ 4 ബൗണ്ടറി കടത്തിയും നമ്മുടെ മലയാളിയുടെ സ്വന്തം സഞ്ജു ഒരു സെഞ്ചുറിയിലും അടിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി മലയാളികൾ ആരും തന്നെ ഇപ്പോൾ ഉണ്ടാകില്ല. അവസരങ്ങൾ കൊടുത്താൽ അത് തീർച്ചയായും വിനിയോഗപ്പെടുത്തും എന്ന പ്രതീക്ഷയും മലയാളികൾക്കുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിൻ്റെ പ്രകടനം അതിനൊരു ഉദാഹരണമായിരുന്നു. പലരും തഴഞ്ഞുവെങ്കിലും തള്ളി ബെഞ്ചിലിരുത്തിയെങ്കിലും ഒരു 8 ബോൾ കിട്ടിയപ്പോൾ അതിൽ 3 സിക്സും ഒരു 4 അടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓപ്പണിംഗ് ഇറങ്ങി വെറും 8 ബോൾ കൊണ്ട് തന്നെ ഇത്രയും നല്ല പെർഫോമൻസ് നടത്തിയ ഈ താരം ഒരു ഫിനിഷർ ആയിരുന്നെങ്കിൽ എല്ലാവരും വാനോളം ഉയർത്തിയനെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്ഥിരമായി ബാറ്റ് ചെയ്യുന്ന ശൈലിയിൽ തന്നെ അദ്ദേഹത്തിന് സ്റ്റേബിളായി നിൽക്കാൻ സാധിച്ചാൽ ഇദ്ദേഹത്തിന് പാകിസ്ഥാനെതിരെ ഒരു സെഞ്ചുറി എടുക്കാൻ പറ്റും എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. സഞ്ജുവിൻ്റെ നല്ല പെർഫോമൻസിനായി തന്നെ എല്ലാ മലയാളികളും എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ തന്നെ മലയാളികളെക്കാൾ കൂടുതലായി സഞ്ജു സാംസണെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവരാണ്. അതായത് സഞ്ജു സാംസൺ ഇന്ത്യയുടെ തന്നെ ഒരു പൊതുവികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിവുണ്ടായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാത്ത മറ്റു താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാണുമ്പോൾ എല്ലാ മലയാളികളുടെയും ചങ്കൊന്നു പിടയും. സഞ്ജു സാംസണ് അവസരങ്ങൾ നൽകിയാൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നാളത്തെ മത്സരത്തിനായി എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുകയാണ്. ഒന്നാമതായി പാകിസ്ഥാനെതിരെയുള്ള മത്സരമായതിനാൽ ഇന്ത്യ ജയിക്കണം എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിൽ സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ഒരു മലയാളികളുടെ പൊതു അഹങ്കാരം കൂടിയാണ്. മലയാളികളുടെ യശസ് ലോകമെമ്പാടും ഉയർത്തി കാണിക്കാൻ സഞ്ജു സാംസൻ്റെ ഒരു സെഞ്ചുറിയിലും വേണമെന്നത് സത്യം. എങ്കിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ ഒരു സഞ്ജു സാംസൺ ആരാധകനാണോ? ക്രിക്കറ്റ് ടീമിൽ ഈ T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ആ 11 പേരിൽ ഉൾപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ എല്ലാ തവണത്തെയും പോലെ ഈ തവണയും നമ്മുടെ ചെറുക്കൻ ബെഞ്ചിലിരുന്നാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു സിനിമ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.